10 പേർ ചെയ്ത കുറ്റത്തിന് 10 കോടി പേർ എന്തിനുത്തരം പറയണം? NTA നടത്തിയ വിവിധ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. നീറ്റ്, CUCET, നിഫ്റ്റ് തുടങ്ങിയ വിവിധ പരീക്ഷകളിലാണ് പാളിച്ചകൾ നടന്നിട്ടുള്ളത്. രാജ്യത്തിലുടനീളം വലിയ പ്രക്ഷോഭങ്ങളാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് പന്താടുന്ന NTAക്ക് നേരെ ഉയർന്നത്. മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുകയും പല കോച്ചിംഗ് സെന്ററുകളും പരീക്ഷയ്ക്ക് മുന്നോടിയായി നൽകിയ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ചോദ്യ നമ്പർ പോലും തെറ്റാതെ പരീക്ഷയിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഇത്രയധികം ശക്തി ആർജിച്ചതും സമരം നടത്തിയതും ഇതേ വിഷയത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അതേ പരീക്ഷ വീണ്ടും നടത്താൻ ഒരുങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി വളരെ വ്യത്യസ്തമായ ഒരു നയം കൂടി അവർ കൈക്കൊള്ളുകയാണ്. പ്രമുഖ ആപ്പായ ടെലിഗ്രാമിനുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണത്. ചോദ്യപേപ്പർ ചോർച്ചയും ഡിജിറ്റൽ മാഫിയകളുടെ ക്രമക്കേടുകളും തടയുന്നതിന്റെ ഭാഗമാണ് ഇത് എന്നാണ് കേന്ദ്രം പറയുന്നത്. ജൂൺ 22 വരെയാണ് ടെലഗ്രാം ആക്സസ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ക്രമക്കേടുകൾ തടയുന്നതിനായി ടെലഗ്രാമിലെ സംശയാസ്പദമായ ഗ്രൂപ്പുകളെയും ചാനലുകളെയും പ്രത്യേകം നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവ അടിയന്തരമായി ബ്ലോക്ക് ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. 22 ലക്ഷം പേരെഴുതുന്ന പരീക്ഷയ്ക്ക് 10.4 കോടി ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കുക. അതായത് അപ്പോഴും ഇവർക്കൊന്നും ഇവരുടെ പരീക്ഷ നടത്തുന്ന ടീമിനെ നിയന്ത്രിക്കാൻ വയ്യ. ചോദ്യപേപ്പർ അപ്പോഴും കയ്യിൽ നിന്ന് ചോരാൻ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. കഷ്ടം തന്നെ. ഇങ്ങനൊരു പരീക്ഷ പോലും ശരിയാവണ്ണം നടത്താൻ കഴിയാത്തവരാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭാവി ഏൽപ്പിച്ചിരിക്കുന്നത്.